ഇന്നലെയാണ് BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരെ ഇന്ന് ചോദ്യം ചെയ്യും എന്നാണ് ഏറ്റവും പുതിയ വിവരം. സഹപാഠികളുടെ മൊഴിയെടുക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും സമഗ്രമായ അന്വേഷണവും ആവശ്യപ്പെട്ട് SFI ഇന്ന് ദന്തൽ കോളേജ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നമുക്കറിയാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാനത്തെ മന്ത്രിമാർ അടക്കം നിതിൻ്റെ വീട്ടിലെത്തി ഇവരെ ആശ്വസിപ്പിച്ചിരുന്നു. നിതിനെടുത്ത ലോണുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് വഴിയാണ് ലോൺ എടുത്തത്. കോടതിയിലെ അധ്യാപികയ്ക്ക് നിരന്തരം കോൾ വന്നിരുന്നു. ഇതിൽ അധ്യാപിക പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ വർഷവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അധ്യാപിക എന്തുകൊണ്ട് വീട്ടിൽ അറിയിച്ചില്ല ഈ വിഷയം എന്നുള്ള ആക്ഷേപമാണ് വീട്ടുകാരും ബന്ധുക്കളും മറ്റും ഉന്നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും പേരുകൾ വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് FIR പ്രതിപട്ടികയിൽ പേരുകൾ ചേർത്തിട്ടുള്ളത്. നിലവിൽ അതിന്റെ വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഒക്കെ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫാൾ ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോസ് ഓഫ് ഡെത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈ കോളേജിലെ വിവിധങ്ങളായിട്ടുള്ള CCTV ക്യാമറകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സൂയിസൈഡ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിന് സംശയമൊന്നും തന്നെയില്ല. പല തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു വോയിസ് കോൺവെർസേഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നമ്മൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയതിലേക്ക് കൂടുതലായി ആ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ, മറ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റ് റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെ ഒക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയത് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കതിൽ കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഇതിൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം വകുപ്പ് നമ്മൾ ചേർക്കും. BV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇതിൻ്റെ നിരവധി വശങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്ന ഇന്നലെ രാത്രി പുറത്തുവന്ന വിവരം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അധ്യാപികയ്ക്ക് ഭീഷണി വന്നിരുന്നു. അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നുള്ളത്, നിതിനെ ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാക്കിയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും ഈ അധ്യാപികമാർ എന്തുകൊണ്ട് വീട്ടിൽ ഈ വിവരം അറിയിച്ചില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതാണല്ലോ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിതിൻ രാജിൻ്റെ മരണമെന്ന് മാത്രം പറയാൻ കഴിയുന്നില്ല, കൊലപാതകം. നമുക്കറിയാം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി രോഹിത് വെമുല മരിച്ചപ്പോൾ പക്ഷേ അവരെക്കാൾ ഏറ്റവും അധികം സങ്കടപ്പെട്ട ജനവിഭാഗം മലയാളികളായിരുന്നു, കേരളത്തിലായിരുന്നു അതിൻ്റെ വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടത്. അതേ നാട്ടിലാണ് ഇത്തരത്തിൽ അതിന് സമാനമായ ഒരു മരണം, ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ആത്മഹത്യയെന്ന് പോലീസ് പറയുമെങ്കിലും അതിലേക്ക് തള്ളിവിട്ട കാരണങ്ങൾ തീർത്തും നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം പ്രതിഷേധം ഉയർന്നു വരുന്നത്. രോഹിത് വെമുലയോടാണ് പലരും നിതിൻ രാജിനെ ഇപ്പോൾ സാമ്യപ്പെടുത്തുന്നതും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിതിൻ രാജ് മാത്രമല്ല, അവിടെ പല വിദ്യാർത്ഥികളും ഈ അധ്യാപകരിൽ നിന്ന് ജാതി അധിക്ഷേപം, അതുപോലെ തന്നെ നിറത്തിൻ്റെ ശരീരപ്രകൃതിയുടെ പേരിലൊക്കെ വലിയ അധിക്ഷേപം നേരിട്ടിരുന്നുവെന്ന് വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ട്. ഇന്ന് ഈ വിദ്യാർത്ഥികളുടെയും നിതിൻ്റെ സഹപാഠികളുടെയും ആ കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇവർക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം അടക്കം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. അവരുടെ അറസ്റ്റും വൈകാതെ ഉണ്ടായേക്കും. അതിനു മുമ്പ് അധ്യാപകരെ ചോദ്യം ചെയ്തേക്കും. അതിനു മുമ്പ് തന്നെ ഈ വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെയും അതുപോലെ തന്നെ കോളേജിലെ മറ്റ് ജീവനക്കാരുടെയും ഒക്കെ മൊഴിയെടുക്കും. നേരത്തെയും സമാന അനുഭവം ഉണ്ടായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട്. പലരും വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഇന്റേണൽ മാർക്കിനെ അടക്കം കരുതി പരാതി പറയാതെ പോയവരുണ്ട്. അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. അതിന് പുറമെയാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഭീഷണിയും നിതിൻ രാജ് നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും പരിശോധന ഉണ്ട്. ഇന്നലെ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അധ്യാപികയുടെ ഫോൺ നമ്പർ അടക്കം ലോൺ ആപ്പ് സംഘടിപ്പിച്ചിരുന്നു. അത് നിതിൻ രാജ് നൽകിയതാണോ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരം ലോൺ ആപ്പുകൾ ഒരാൾ ലോൺ എടുത്താൽ അയാളുമായി അയാളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അയാളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുകയും അവരിലേക്ക് അത് അശ്ലീല സന്ദേശങ്ങളും അതുപോലെ ഭീഷണി സന്ദേശങ്ങളും അയക്കുന്ന പതിവുണ്ട്. അത്തരമൊരു ഭീഷണി നിതിൻ രാജ് നേരിട്ടു എന്നാണ് പോലീസ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഉണ്ടാകും. അതിനും അപ്പുറത്തേക്കാണ് ഈ കോളേജിൽ ലോൺ ആപ്പിൻ്റെ ഭീഷണി നിതിൻ രാജ് ഉണ്ടായേക്കാം. പക്ഷേ അവിടെ കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കില്ല. അത് അധ്യാപകർക്ക് രക്ഷപ്പെടാനുള്ളൊരു പഴുതായി മാറില്ല എന്നുറപ്പാണ്. കാരണം വളരെ കൃത്യമായി അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഒരു വിദ്യാർത്ഥിക്കെതിരെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു സാക്ഷര സമൂഹം
സമൂഹമെന്നും സാംസ്കാരിക സമൂഹമെന്നും അവകാശമെന്ന് കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകുന്ന തരത്തിലുള്ള നീചമായ ജാതി ആക്രമണങ്ങൾ, ജാതി പറഞ്ഞുള്ള, നിറം പറഞ്ഞുള്ള അധിക്ഷേപങ്ങൾ നിതിൻ രാജിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശത്തിലും സഹപാഠികളുടെ മൊഴിയിലുമൊക്കെ ഇത് വ്യക്തമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകും. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടൽ വേണമെന്ന ആവശ്യം ഇതിനകം വിവിധ കോടതികളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. ഇന്ന് ഈ വിഷയത്തിൽ ഗവർണറുടെ ഇടപെടൽ പ്രതീക്ഷിക്കാം. കാരണം ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിതിൻ രാജിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടിരുന്നു. അതിനുശേഷം ഗവർണറെ ഇന്ന് കാണും. അദ്ദേഹത്തിന് ഇടപെടൽ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും സർവകലാശാലകളുടെ ചാൻസലർ കൂടിയ ഗവർണറുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെയാണ് സിദ്ധാർത്ഥിന്റെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയത്. സമാനം ഇടപെടൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്നും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഒരു കാര്യം വ്യക്തമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു വിഭാഗങ്ങളും ഈ വിഷയത്തിൽ പ്രതികൾക്കൊപ്പം ഇല്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് അഞ്ചരക്കണ്ടി കോളേജിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാകും. SFIയും DYFIയും KSUവും ഒക്കെ സമരരംഗത്താണ്. ABVP ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ദേശീയ കേന്ദ്ര സർക്കാർ ഇടപെടലടക്കം ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ട നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്നും പ്രധാനപ്പെട്ട ആളുകൾ നിതിൻ രാജിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. വലിയ ഒരു വിഷയമായി ഇതിനകം ഇത് ഉയർന്നു കഴിഞ്ഞു. സംസ്ഥാനത്തിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമായി ഇത് മാറിക്കഴിഞ്ഞു. സമഗ്ര അന്വേഷണവും കുറ്റക്കാരായ അധ്യാപകർക്ക് കർശന നടപടിയുമാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. കണ്ണൂർ SCP ഹരിപ്രസാദിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. 7 അംഗ സംഘമാണ് ഈ വിഷയം അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. SC/ST പീഡന നിരോധന നിയമം വകുപ്പ്, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവ ചുമത്തി അധ്യാപകരായ വകുപ്പ് മേധാവി ഡോക്ടർ MK റാം ഒപ്പം ഡോക്ടർ സംഗീത എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സഹപാഠികളുടെ മൊഴി കൂടി എടുക്കണമല്ലോ അരുണ്. അതിനുള്ള നടപടിക്രമങ്ങളിലാണ് അന്വേഷണ സംഘം എന്നറിയുന്നു. സ്വാഭാവികമായും ഈ സഹപാഠികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ കാണും. അരുണിൻ്റെ ഈ നിതിൻ്റെയൊക്കെ ഓഡിയോ സംഭാഷണം ഇന്നലെ പുറത്തു വന്നതിൽ ചില അധ്യാപകർ തന്നെ ആക്ഷേപിച്ചു. തൻ്റെ അമ്മയുടെയും മറ്റും പേര് പറഞ്ഞ്, ജാതിയുടെയും കളറിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ സ്വാഭാവികമായി സഹപാഠികൾക്ക് വ്യക്തമാണ്. ഒപ്പം ഈ 2 അധ്യാപകർക്കെതിരെയാണോ ഇപ്പോൾ പ്രധാനമായും ഈ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും 2 അധ്യാപകർക്കെതിരെയാണ് ഈ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. റാമിനെതിരെയും ഡോക്ടർ സംഗീതയ്ക്കെതിരെ 2 പേർക്കെതിരെയുമാണ് ഇപ്പോൾ ഈ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. അവർ വൈകാതെ അന്വേഷണത്തിന്റെ ഭാഗമായി അവരെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അവരുടെ അറസ്റ്റിലേക്കും നീങ്ങും. അതിന് പുറമെയാണ് സഹപാഠികളുടെയും മറ്റ് കോളേജ് ജീവനക്കാരുടെയും ഒക്കെ മൊഴിയെടുക്കുന്നത്. തിരുവനന്തപുരത്തേക്കും അന്വേഷണ സംഘം എത്തും. കാരണം നിതിന്റെ വീട് തിരുവനന്തപുരത്തും ഉടമരക്കലാണ്. അവിടേക്ക് അന്വേഷണ സംഘം എത്തും. വീട്ടുകാരിൽ നിന്ന് മൊഴി ശേഖരിക്കും. അവരുടെ പരാതി, അവർക്ക് നിരവധി വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ അവർ ശേഖരിക്കും. ഇതിന് നേരത്തെയും ഇത്തരം അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിതിൻ വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബമാണ്. പക്ഷേ നിതിൻ ഈ ലോൺ ആപ്പുകളുടെ കെണിയിൽ എങ്ങനെ പെട്ടു എന്ന കാര്യത്തിലും വ്യക്തത വേണം. അത്തരം അന്വേഷണങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ആ കാര്യങ്ങളിലേക്കും അന്വേഷണം പോകും. ഒരു കാര്യം ഉറപ്പാണ്, അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ, മാർക്കിന്റെ പേരിലുള്ള ഭീഷണിപ്പെടുത്തലുകൾ, നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകളൊക്കെ നിതിൻ രാജ് നേരിടേണ്ടി വരുന്നു. പുഴുത്ത പട്ടി എന്ന് തന്റെ മകനെ വിളിച്ചു എന്നാണ് ഇതിന്റെ അമ്മ ഇന്നലെ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള അതിനീചമായ അധിക്ഷേപങ്ങൾ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നു. അതിന്റെ ദുഃഖം, അതിന്റെ വിഷമം സ്വാഭാവികമായി ഇതിൻ്റെ അതിനുണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്കാണ് ഈ ലോൺ ആപ്പിന് തട്ടിപ്പ് കൂടി അന്വേഷിക്കുന്നത്. അതിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്ന കാര്യം കൂടി അന്വേഷിക്കുന്നത്. ആ വശത്തിലേക്കും അന്വേഷണം പോകും. എങ്കിലും ഈ അധ്യാപകരുടെ പങ്ക് ഇതിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. അവർ വളരെ നീചമായ ഇടപെടലാണ് ഈ വിദ്യാർത്ഥിക്കെതിരെ നടത്തിയത്. അത് ഒരു വിദ്യാർത്ഥി ഒതുങ്ങുന്നതല്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റു വിദ്യാർത്ഥികൾക്കും അവിടെ നേരത്തെ പഠിച്ചിരുന്നവരും ഇപ്പോൾ പഠിക്കുന്നവരുമായ മറ്റു വിദ്യാർത്ഥികൾക്കും സമാനമായ അധിക്ഷേപം ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകും. ഇന്ന് തന്നെ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതിനു മുമ്പാണ് പ്രധാനമായും ഈ മൊഴി തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഇന്നോ നാളെയോ അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്കും എത്തുന്നുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കമ്മീഷണർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കൃത്യമായ അന്വേഷണം ഉണ്ടാകും. ഈ അധ്യാപകർക്കെതിരെയുള്ള തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. അതിന്റെ ഭാഗമായാണ് സഹപാഠികളുടെ അടക്കം മൊഴി ഇന്ന് രേഖപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് കമ്മീഷണറുടെ വാക്കുകൾ ഇന്നലെ സംസാരിച്ചത് ഒന്നുകൂടി കേൾക്കാം. നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് FIR-ൽ പട്ടികയിൽ പേരുകൾ ചേർത്തിട്ടുള്ളത്. നിലവിൽ അതിന്റെ വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഒക്കെ പോലീസ് നടത്തിയിട്ടുണ്ട്.
ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഫാൾ ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോസ് ഓഫ് ഡെത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈ കോളേജിലെ വിവിധങ്ങളായിട്ടുള്ള CCTV ക്യാമറകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സൂയിസൈഡ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിന് സംശയമൊന്നും തന്നെയില്ല. പല തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു വോയിസ് കോൺവെർസേഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നമ്മൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയതിലേക്ക് കൂടുതലായി ആ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ, മറ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റ് റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെ ഒക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയത് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കതിൽ കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഇതിൽ SC/ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം വകുപ്പ് നമ്മൾ ചേർത്തു. നിതിൻ രാജിൻ്റേത് ആത്മഹത്യ അല്ല, കൊലപാതകമാണ് എന്നാണ് സംശയമെന്ന് കുടുംബം ആരോപിക്കുകയാണ്. നാളെ DGPക്ക് ഇന്ന് ഒരുപക്ഷെ സംബന്ധിച്ച പരാതി നൽകുമെന്നും നിതിൻ്റെ അമ്മാവൻ വിശ്വംഭരൻ ന്യൂസ് 18 പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ പറഞ്ഞു. FIR-ൽ ഞങ്ങൾ മൊഴി നൽകിയത് ഇത് ഒരു ആത്മഹത്യ ആണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ മൊഴി കൊടുത്തത്. അതിൻ്റെ ഒപ്പ് ഇട്ട് കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി വന്നപ്പോൾ ഒരു സംശയത്തിന് ഇടയായിരിക്കുകയാണ്. ഇതൊരു ആത്മഹത്യ അല്ല എന്നുള്ള ഒരു സംശയം. അതിന് വ്യക്തമായ തെളിവ് നമ്മളിലില്ല തരാൻ, വ്യക്തമായ തെളിവോ സാക്ഷികളോ തരാൻ ഇല്ലാത്തത് കൊണ്ട് എങ്കിലും ഒരു സംശയത്തിൻ്റെ വക്കിൽ ഇപ്പോഴും അത് ഇട്ടേക്കാണ് നമ്മൾ. അതാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന് നിരവധി സംശയങ്ങളുണ്ട്. ഈ അധ്യാപകർക്ക് കൃത്യമായ ശിക്ഷ കിട്ടണമെന്ന് കുടുംബം മാത്രമല്ല കേരളീയ മനസാക്ഷിയും ആഗ്രഹിക്കുന്നുണ്ട്. കുറ്റക്കാരാണെന്ന് വളരെ കൃത്യമായ തെളിവുകൾ കൂടി ശേഖരിച്ച് വേണം അത്തരം അറസ്റ്റുകളിലേക്കും മറ്റും പോകാൻ. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഒരു കുട്ടി, ഭാവിയുടെ വാഗ്ദാനമാകേണ്ട ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാകേണ്ട ഒരു കുട്ടി, ഇന്നലെ നമ്മൾ കണ്ടതാണ്. ആ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരൊക്കെ അവൻ്റെ മിടുക്കിനെ കുറിച്ച് തോരാതെ പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു, നല്ല തരത്തിൽ അധ്യാപകരോടും സഹപാഠികളോടും ഇടപെട്ടിരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു നിധിൻ എന്നുള്ളതാണ്. നിധിനാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന്, ആ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്.